വേറെ കല്ലെടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കുത്തി കൊടുക്കണം. കല്ലുമ്മ വെച്ചിട്ട് അടച്ചു കൊടുക്കണം. ഇതുണ്ടാക്കാൻ പോകുന്നത് അത് കല്ല് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് നമ്മളൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. കുക്കിംഗ് പറഞ്ഞാൽ സാധാരണ കുക്കിംഗ് അല്ല, നമ്മൾ ബീഫ് ചുടാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഒരു കല്ലിൽ വെച്ചിട്ടാണ് ബീഫ് ചുടാൻ പോണത്. അപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് അപ്പോൾ നമുക്ക് ഈ ബീഫ് ശരിക്കൊന്ന് കേക്ക് എടുക്കണം ആദ്യം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചെറിയ പീസാക്കി കട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസാക്കി കട്ടാക്കി എടുത്താൽ നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കൊന്ന് കേക്ക് പിന്നെ നെയ്യും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ശരിക്കും കേക്ക് ഒന്ന് വെക്കാം. നമ്മൾ 2-3 പ്രാവശ്യം ഇപ്പോൾ കേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 4-5 പീസ് ചെറിയ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ഇതിന്മേ മസാല തേക്കുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. നമുക്ക് ഈ ബീഫ് ഇതുപോലെ ഒരു കല്ലിൽ വെച്ചിട്ട് വേറെ കല്ലെടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കുത്തി കൊടുക്കണം, കുത്തി ചതച്ച് കൊടുക്കണം. ഇത് നമ്മുടെ ബീഫ് ശരിക്കും വേവാനും അതുപോലെ തന്നെ നമ്മളെ മസാല ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും പിടിക്കാനാണ് ഇങ്ങനെ ചതച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ എല്ലാം കുത്തി ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല മെയിനായിട്ട് ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അല്പം തൈര്, പിന്നെ ജീരകപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി കൂട്ടി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് നമുക്കിതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. അവസാനമായിട്ട് നമ്മൾ ഇതിലേക്കൊരു നാരങ്ങ നീര് കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നമുക്ക് മസാല നമ്മൾ കഴുകി വെച്ച ബീഫിലേക്കൊന്ന് തേച്ച് കൊടുക്കും. ഇതുപോലെ 2 ഭാഗത്തും നമ്മൾ മസാല ശരിക്കും തേച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റിന് വെക്കാം നമുക്ക്. അപ്പോൾ അത് ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മളിതിൻ്റെ അടുപ്പ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അടുപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വെണ്ണീറാണ് എടുത്തുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് വെണ്ണീർ ഇട്ടിട്ട് ഇതൊന്ന് കത്തിച്ചെടുക്കാം. നമ്മൾ തീ ശരിക്കും കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കല്ലുമ്മ വെച്ചിട്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. അത് കല്ല് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കല്ലൊന്ന് ചൂടായി കിട്ടണം. കല്ലിവിടെ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളിവിടെ കത്തിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ബീഫ് ഇതിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ഇപ്പോൾ നമ്മൾ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. രണ്ട് ഭാഗവും ശരിക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ ഹാഫ് വേവായിട്ടുണ്ടെന്ന് സംശയമുണ്ട്. അത് പിന്നെ ഒന്ന് മറിച്ചിട്ടു. അപ്പോൾ മുകളിൽ ഇതുപോലെ കുറച്ച് എണ്ണ അങ്ങനെ പുരട്ടി കൊടുത്താൽ നമ്മൾ മറിച്ചിടുമ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ ബീഫ് ഏകദേശം 2 മണിക്കൂറോളം ഇപ്പോൾ കുക്ക് ചെയ്തെടുത്ത്. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് ഏകദേശം വെന്ത ഒരു ടൈപ്പായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ബീഫ് നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ മുറിച്ച് വെക്കാം. ജസ്റ്റ് കഴിക്കാനുള്ളൊരു പാകത്തിൽ ആക്കി കൊടുക്കാം. നല്ല ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ കരിഞ്ഞ പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അത് കരിഞ്ഞതല്ല. അതൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ മസാല ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞതാണ്. നമുക്കിതൊന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. നമുക്കിതിന് ചെറിയ ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കല്ല് ചുട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിലേറെ നല്ല രീതിയിൽ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ 1.5-2 മണിക്കൂറിൻ്റെ അടുത്തുള്ളത് കുക്ക് ചെയ്യാനെടുത്തു. തീ നല്ലോണം കത്തിക്കണം, എന്നാലേ അത് വേവത്തുള്ളൂ. അപ്പോൾ ശരിക്ക് വേവണമെന്നുണ്ടെങ്കിൽ നല്ലോണം കത്തിപ്പിടിക്കണം. നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. പുറത്തത്തെ ഈ കളർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഉള്ളിൽ അത്യാവശ്യം നല്ല വേവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. കല്ല് ചൂടാകാനാണ് നമുക്ക് കുറച്ച് ടൈം എടുത്തത്. നല്ല ശരിക്കും കത്തി പിടിക്കണം. അപ്പോൾ കല്ല് ചൂടാൻ വേണ്ടി ശരിക്കും കത്തി പിടിക്കണം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിൻ്റെ കല്ലെടുക്കുമ്പോൾ നല്ല കട്ടി കുറഞ്ഞ കല്ല് എടുക്കാൻ ശ്രമിക്കുക. എങ്കിലേ ഇത് പെട്ടെന്ന് ചൂടായി നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.